കുട്ടികളിൽ ഒരു മാറ്റവും ഇല്ല. ഞാൻ പണ്ട് മുതലേ കാണുന്ന കുട്ടികളാണ് ഇന്നും ജനിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, എല്ലാവരും പണ്ട് മുതലേ ഇവിടെ ജനിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ തന്നെയാണ് ഇന്നും ജനിക്കുന്നതായിട്ട് കാണുന്നത്. കുട്ടികളിലല്ല മാറ്റം പലപ്പോഴും ആ ജനിച്ച് വീഴുന്ന കാലത്തിനാണ് മാറ്റം വരുന്നത്. അവരെ റിസീവ് ചെയ്യുന്ന കാലം മാറുന്നത് കൊണ്ട് അതിനനുസരിച്ച് കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ വളർത്തുക, അവരെ മിടുക്കരാക്കുക, അവരെ ജീവിതത്തിന് ഗുണമുള്ളവരാക്കി മാറ്റുക എന്നൊക്കെ പറയുന്നത് വലിയ ശ്രമകരമായൊരു കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം സ്വാഭാവികമായിട്ടും അതിന് നമ്മൾ ഒരു റെഗുലർ ലേണിംഗ് നമുക്ക് ആവശ്യമാണ്. കുട്ടികളോടൊപ്പം പേരൻറ്റും പഠിക്കണം, അധ്യാപകരും പഠിക്കണം. എങ്കിൽ മാത്രമേ അവരെ നമുക്ക് സുരക്ഷിതരായി മിടുക്കരായി അവരുടെ ലക്ഷ്യത്തിലെത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് ഈ വീഡിയോയ്ക്കൊക്കെ ഞാൻ ഈ നിരന്തരമായിട്ടിരുന്ന ഈ പേരൻറ്റിങ് വീഡിയോയ്ക്കൊക്കെ വന്നിട്ടുള്ള പല കമൻസിനോടുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായൊരു വീഡിയോ ആയിരിക്കും. മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. പലപ്പോഴും ഈ പാരൻറ്റിങ് വീഡിയോ ഒക്കെ കാണുമ്പോൾ ധാരാളമായ സംശയങ്ങൾ അതിനകത്ത് ചോദ്യങ്ങളായിട്ടൊക്കെ ഉന്നയിക്കാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം, കുട്ടികളുടെ ഈ ഡിസിപ്ലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അവരെ ഭരിക്കുക എന്നുള്ളതൊന്നും അല്ല. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു 10 വയസ്സ് വരെ കുട്ടികളൊരു നല്ല സ്ട്രക്ചറിലൂടെ, ഒരു സിസ്റ്റത്തിലൂടെ, ഒരു ചിട്ടയും ക്രമവും ഒക്കെ അനുസരിച്ച് ഓരോന്നിനും ഓരോ സമയമൊക്കെ അനുസരിച്ച് അവർ പോയെങ്കിൽ മാത്രമേ അവർക്കൊരു ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ആഹാരം കഴിക്കാനും, കളിക്കേണ്ട സമയത്ത് കളിക്കാനും, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാനും, കുളിക്കേണ്ട സമയത്ത് കുളിക്കാനും. അപ്പോൾ ഒരു സിസ്റ്റം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. സൈക്കോളജിസ്റ്റുകളൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ഈ രംഗത്ത് ഗവേഷണം നടത്തുന്ന പല ആൾക്കാരും പറയാറുണ്ട്, ഒരു സ്ട്രക്ചേർഡായിട്ട് ഉള്ള ഒരു സിസ്റ്റമുള്ള കുട്ടികൾ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് കൂടുതൽ ബെറ്റർ ആവുന്നുണ്ട്. കാരണം അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കൂടുതൽ ബെറ്റർ ആയിരിക്കും, അവർ കുറേ കൂടെ ഹാപ്പി ആയിരിക്കും, അവർ കുറേ കൂടെ ജീവിതത്തിൽ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് അവർക്ക് കൂടുതലായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം ഓരോ ദിവസവും ഒരു സ്ട്രക്ചറിലൂടെ പേരൻസ് സൃഷ്ടിക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ കുട്ടിയെ ഭയങ്കരമായിട്ടങ്ങ് ഭരിച്ച്, അല്ലെങ്കിൽ കുട്ടി എന്ത് കളിക്കണം, എങ്ങനെ കളിക്കണം, ആരുടെ കൂടെ കളിക്കണം, ഇതെല്ലാം പേരൻ്റ് തീരുമാനിക്കുന്ന ഒരു മൈക്രോ മാനേജ്മെൻ്റ് അല്ല, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ കുട്ടികൾക്ക് അവരോരോന്നും ചെയ്യുമ്പോൾ, ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അവർക്ക് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും, കളിക്കുമ്പോൾ അവർക്ക് കളിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കുകയും, എടുക്കുമ്പോൾ ആ കൂട്ടുകാരെ സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അവർക്ക് വളരെ ആവശ്യമാണ്. കാരണം അതിലൂടെയാണ് അവരുടെ കഴിവുകൾ വളർന്നു വരുന്നത്. ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ പ്രാപ്തമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തും കൊടുക്കരുത്. അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കുക, അവരെ ഫ്രണ്ടിൽ നിർത്തി അവരെ കൊണ്ട് അവരുടെ ലൈഫ് ലീഡ് ചെയ്യിപ്പിക്കുക ഒക്കെ ചെയ്യുമ്പോഴാണ് കുട്ടികൾ നന്നായിട്ട് വളർന്നു വരുന്നത്. പക്ഷേ ഒരു ചിട്ടയും ഡിസിപ്ലിനും ഇല്ലാതെ വളരുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് അങ്ങനത്തെ കുട്ടികളെ നോക്കിയാൽ വളരെ ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. പല വീടുകളിലും ആ ചിട്ടയും ക്രമവും ഡിസിപ്ലിനും ഇല്ല, അവരുടെ പേരൻസിന് അതില്ല. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിലൊക്കെ വളരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ അച്ചീവ്മെൻറ്റ്സ് കുറഞ്ഞു പോകും. 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ പരാതിയുമായിട്ട് വരും, കുട്ടി അങ്ങനെ ചെയ്യുന്നില്ല, കുട്ടി ഇങ്ങനെ ചെയ്യുന്നില്ല. പല വീടുകളിലും പറ്റുന്നൊരു കുഴപ്പം, ഈ ആദ്യകാലത്തൊക്കെ പേരൻസ് അവരുടെ കരിയർ, അവരുടെ ജോലി, ഇങ്ങനെയുള്ള അവരെ പണം ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പോകുമ്പോൾ കുട്ടികളെ ശരിയായിട്ട് ഒരു ചിട്ടയോടെ വളർത്താൻ പറ്റാതെ പോവുകയും അവർക്കൊരു പ്രോപ്പർ സിസ്റ്റം കൊടുക്കാതെ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ കുട്ടികൾക്ക് അവരുടേതായ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് കാണും. അവരിൽ പല നല്ല ക്വാളിറ്റീസും ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ പോകും, അവരിലൊരു ക്യാരക്ടർ ഇല്ലാതെ പോകും, അവരിലൊരു ബിഹേവിയർ ഇല്ലാതെ പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ശരിയായ രീതിയിൽ ഒരു ആവശ്യം വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു ഹൈസ്കൂളിലേക്കൊക്കെ വരുന്ന സമയത്ത് അവർക്ക് പഠിത്തത്തിലും വീട്ടിലും സ്വഭാവത്തിലും എല്ലാം പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ അതിന് പ്രാധാന്യം കൊടുത്ത് വളർത്തുന്നത് വളരെ ആവശ്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമാണ് ഒരു ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ്. അവരെ പേടിപ്പിച്ചും അവരെ പീഡിപ്പിച്ചും ഒന്നും വളർത്തുന്നത് ഒരു വളർത്തൽ രീതിയല്ല. ചില ആൾക്കാരൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് കുട്ടിയായിരിക്കുമ്പോൾ അവരെ ഭയങ്കരമായിട്ട് അടിച്ചും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടും ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിയൊക്കെ വളർത്തും. ഇത് വളരെ കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, ഇത് ചില കുട്ടികൾ മാനസികമായിട്ട് കുറഞ്ഞു പോവുക, അവരുടെ സെൽഫ് എസ്റ്റീമൊക്കെ കുറഞ്ഞ്, അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞ്, ഒരു റെസ്പെക്റ്റ് പോലും ഇല്ലാതെ അവർ ജീവിതത്തിൽ വളർന്നു വരും. അത്തരം കുട്ടികളെ ഒരാൾ എന്നോട് പറഞ്ഞല്ലോ, പുള്ളി ഒരു ബാങ്ക് ജീവനക്കാരനാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ആ ബാങ്കിന് വലിയ ഭാരമാണ് അയാൾ.
അയാളുടെ ഭാര്യയ്ക്കും അയാളൊരു ഭാരമാണ്. ഈ അപ്പൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ആ ആ മനുഷ്യനെ നശിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം. എങ്ങനെയൊക്കെ പേടിപ്പിച്ചും ഒക്കെ അവിടെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതല്ലാതെ പല ആൾക്കാരും ഒരു ആരോഗ്യപരമായി വളർന്നവരല്ല. അപ്പം ഭയങ്കരമായ ഒരു അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രൂവലായിട്ടുള്ള എൻവയോൺമെൻറ്റിലൊക്കെ വളർന്നു വരുന്ന കുട്ടികൾ പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഇഷ്യൂസും ബിഹേവിയറൽ ഇഷ്യൂസും ഒക്കെ ഉള്ളവരായിരിക്കും. അവർ മാനസികമായി സന്തോഷം അനുഭവിക്കുന്നവരായിരിക്കത്തില്ല. അപ്പോൾ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, ഒരു ഡെവലപ്മെൻ്റലായിട്ടുള്ള എൻവയോൺമെൻറ്റ്, കുട്ടികളെ മനസ്സിലാക്കണം. ഓരോ കുട്ടിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള നീഡ്സ് ഉണ്ട്. ചിലർക്ക് ഇപ്പോൾ പറയുന്നുണ്ട് ജെൻ സെഡ്, പിന്നെ അല്ലെങ്കിൽ ആൽഫ ജനറേഷൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് തരത്തിലുള്ള പേരുകൾ കോയിൻ ചെയ്തിട്ടൊക്കെ കുട്ടികളെ പറ്റി പറയുന്നുണ്ട്. ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന സാഹചര്യങ്ങളും നമ്മൾ കൊടുക്കുന്ന വാല്യൂസും കൾച്ചറും അനുസരിച്ചാണ് കുട്ടികൾ വളർന്നു വരുന്നത്. ഇപ്പോൾ അമർത്യാസൻ കുട്ടിക്കാലത്ത് വളർന്നത് പിന്നെ ശാന്തിനികേതൻ പോലുള്ള ഒരു സ്ഥലത്താണ്. അവിടുത്തെ കൾച്ചറാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം എക്കണോമിസ്റ്റ് ആകാൻ ആയിട്ട് ആഗ്രഹിക്കുമ്പോഴും അദ്ദേഹം സാൻസ്ക്രിറ്റ്, ബുദ്ധനെക്കുറിച്ച് പഠിക്കുന്നു, ബെർണാഡ് ഷായെ വായിക്കുന്നു, ടോൾസ്റ്റോയിയെ വായിക്കുന്നു. അപ്പം വളരെ വേരീഡായിട്ടുള്ള എക്സ്പീരിയൻസുകളിൽ നിന്നാണ് പുള്ളി ഒരു എക്കണോമിസ്റ്റ് ആയത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പുള്ളി ഒരു എക്കണോമിസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ പട്ടിണിയെക്കുറിച്ചും ലോകത്തെ അസമത്വത്തെക്കുറിച്ചും ഒക്കെ പുള്ളി ഭയങ്കരമായി സെൻസിറ്റൈസ്ഡ് ആയിരുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ പുള്ളിയുടെ പ്രതിഫലനം ഉണ്ടാകുകയും അത് ലോകത്തിലെ എക്കണോമിക്സിന് തന്നെ വലിയ ഗുണം ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്ന പോലെ. ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഏത് കാലഘട്ടത്തിലും നമ്മൾ കൊടുക്കുന്ന എൻവയോൺമെൻറ്റ് പോസിറ്റീവാണെങ്കിൽ, നല്ലതാണെങ്കിൽ, ഫ്രണ്ട്ലി ആണെങ്കിൽ, അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതാണെങ്കിൽ, ഈ ചെറിയ പ്രായത്തിലെ കുട്ടികളെ അങ്ങ് ഡോക്ടറും എൻജിനീയറും ഒക്കെ ആക്കാൻ ഉള്ള ശ്രമമൊക്കെ വളരെ അപകടകരമാണ്. അത്തരം കുട്ടികളെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്കും, പക്ഷെ അതൊക്കെ ആക്കിയതുപോലെ ഇരിക്കുക. അതിനൊന്നും ഒരു ഗുണവും മണവും സന്തോഷവും ചൈതന്യമൊന്നും കാണത്തില്ല. അപ്പോൾ കുട്ടികളെയൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികമായി നിങ്ങൾ റിച്ച് ആണെന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ പലപ്പോഴും പുവറായി പോകാതിരിക്കാൻ ശ്രമിക്കണം. കുട്ടികളുടെ പോവർട്ടി എന്ന് പറയുന്ന പണത്തിലല്ല. അവർക്ക് ആവശ്യത്തിന് സംസ്കാരവും സന്തോഷവും പ്രതിഫലനങ്ങളും ഒക്കെയുള്ള കുട്ടികളായി അവർ മാറണമെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെവലപ്മെൻ്റലായിട്ടുള്ള ആരോഗ്യപരമായ ഒരു അന്തരീക്ഷം കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. ഇതിനൊരു തടസ്സം പലപ്പോഴും മാതാപിതാക്കളുടെ മാനസിക പ്രശ്നങ്ങളും മറ്റുമാണ്. ഇന്നിപ്പോൾ എന്നെ വിളിച്ച ഒരു അമ്മ പറഞ്ഞത് 2 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികൾ രണ്ടുപേരും ഭയത്തിലാണ് ആ വീട്ടിൽ ജീവിക്കുന്നത്. കാരണം അപ്പനെല്ലാം എറിഞ്ഞു പൊട്ടിക്കുക, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഭയങ്കരമായി ബഹളം ഉണ്ടാക്കുക. സത്യം പറഞ്ഞാൽ അപ്പന് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ മാനസിക ആരോഗ്യ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ അമ്മയ്ക്ക് കഴിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെ നേരിടാനോ അല്ലെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ ഒന്നും പറ്റാത്തൊരു അന്തരീക്ഷം ആയതുകൊണ്ട് ഈ 2 കുഞ്ഞുങ്ങളൂടെ അത് സഫർ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ആ അമ്മയായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ആ മൂത്ത കുട്ടിക്കും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് പ്രശ്നം. നമ്മൾ കുട്ടികൾക്ക് ആരോഗ്യപരമായൊരു അന്തരീക്ഷം കൊടുക്കാൻ വളരെയധികം നമ്മൾ ശ്രമിക്കേണ്ടതാണ്. പിന്നെ ജനറേഷൻ സ്വാഭാവികമായിട്ടും ജനറേഷൻ ഡിഫറൻ്റ് ആണെന്ന് പറയുമ്പോൾ അവർക്ക് കുട്ടികളെല്ലാം പഴയ പോലെ തന്നെയാണ് ഇപ്പോഴും ജനിക്കുന്നത്. പക്ഷേ അവർക്ക് ചുറ്റുമുള്ള അല്ലെ അവർ പിറന്ന് വീഴുന്ന ആ കാലഘട്ടമാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടം ഡിഫറൻ്റ് ആണ്. കാരണം ഇപ്പം ഞാൻ വളർന്ന ഒരു സാഹചര്യത്തിലല്ല എൻ്റെ മക്കൾ വളരുന്നത്, അല്ലെ ഞാൻ വളർന്നപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതിയല്ല ഇന്നുള്ളത്, അന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനല്ല ഇന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാലഘട്ടത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഈ കാലഘട്ടത്തിൻ്റേതായ പ്രത്യേകതകളൊക്കെ കാണും. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതിനേക്കാളും പ്രധാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഓരോ കുട്ടിയുടെയും ഡിഫറൻസാണ്. ഒരു കുട്ടി ഒരു യൂസർ മാനുവലുമായിട്ടല്ല ജനിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു ഡിഫറൻസ് ഉണ്ട്. കുട്ടികളുടെ ഡിഫറൻസ് അനുസരിച്ച് അവർക്ക് വേണ്ടത് കൊടുക്കുക. അവർ ജോബ് ഈസ് ടു കംപ്ലീറ്റ് എ ചൈൽഡ്. കുട്ടികൾ റോ ആയിട്ടാണ് ജനിക്കുന്നത്. ഇതിനു മുമ്പുള്ള പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളത്, കുട്ടികൾ വളരെ റോ ആയിട്ട് ജനിക്കുന്നു. ഓരോ കുട്ടിയുടെയും നീഡ്സ് എന്താണ്, ഓരോ കുട്ടിയുടെയും നീഡ്സ് അനുസരിച്ച് ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം. ഇപ്പോൾ കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരു കുട്ടിയാണ്. ഇപ്പം കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരു കുട്ടിയാണെന്ന് കാണുമ്പോൾ ആ കുട്ടിയെ കോൺസെൻട്രേഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ തീരെ ഇല്ലാത്തൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ അല്ലാതെ ജെൻ ഇസഡ് ആണ് അല്ലെങ്കിൽ ജെൻ ആൽഫയാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ കുട്ടിയുടെ സൈക്കോളജിക്കൽ നീഡ്സ് എന്താ, ഇമോഷണൽ നീഡ്സ് എന്താ, ബിഹേവിയറൽ നീഡ്സ് എന്താ, നോളജ് നീഡ്സ് എന്താ. പഠിക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു കുട്ടിയാണ്. ആ കുട്ടിയെ അങ്ങനെ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് പഠിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതിനൊക്കെയാണ് അത് ഓരോ കുട്ടിയുടെയും യൂണീക്നെസ് അനുസരിച്ച് നമ്മൾ ആ കുട്ടിയെ അപ്രോച്ച് ചെയ്യുക. ആ കുട്ടിക്ക് അതിനനുസരിച്ച് ആ കുട്ടിയോടുള്ള നമ്മുടെ അപ്രോച്ചിൻ്റെ പ്രയോറിറ്റീസ് റീസെറ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ എല്ലാ കുട്ടികളെയും കുറേയൊക്കെ നമുക്ക് മിടുക്കരാക്കാനായിട്ട് സാധിക്കും. വേറൊരു കാര്യം, ഓരോ കുട്ടിയുടെയും യൂണീക്നെസ് അനുസരിച്ച് നമ്മൾ
അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങളൊന്നും ആ കുട്ടിയിൽ മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കുട്ടിയുടെ ബുദ്ധിപരമായിട്ടുള്ള കഴിവ് വളരെ കുറവാണെങ്കിൽ അതിനെ നമ്മൾ സമ്മർദ്ദം ചെലുത്തിയാൽ ആ കുട്ടി ചിലപ്പോൾ പേടിച്ചൊക്കെ കുറേ പെർഫോം ചെയ്തെന്നിരിക്കും, പക്ഷേ കുട്ടിക്ക് ഒരുപാട് ഡിഫോമിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ ഇന്നൊരു പേരൻ്റ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചാൽ അവന് പഠിക്കാൻ തീരെ താല്പര്യമില്ല, ഒരു ബിഹേവിയറൽ എക്സ്പേർട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ അവനെ പഠിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ അതിനല്ല ബിഹേവിയറൽ എക്സ്പേർട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റൽ എക്സ്പേർട്ടുകളെയും ബിഹേവിയറൽ എക്സ്പേർട്ടുകളെയും സൈക്കോളജിസ്റ്റുകളെയും തെറാപ്പിസ്റ്റുകളെയൊക്കെ നിങ്ങൾ കാണുമ്പോൾ ആ കുട്ടിക്ക് വേണ്ട രീതിയിൽ ആ കുട്ടിയെ ഫോം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ വേയിൽ ആ കുട്ടിയെ ഒന്ന് റീഫോം ചെയ്തു തരും. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അക്കാഡമിക് പെർഫോമൻസിലേക്കൊന്നും കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളും വേണ്ട. ചിലരൊക്കെ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, സാറേ ഒരു മോനൊരു കൗൺസിലിംഗ് കൊടുക്കുക. ഞാൻ ചോദിച്ചാൽ എന്താണ്? 10ാം ക്ലാസ്സാണ്, അവന് ഒരു സീരിയസ്നെസ്സും ഇല്ല. 10ാം ക്ലാസ്സിലല്ല ഒരു കുട്ടിക്ക് സീരിയസ്നെസ് ഉണ്ടാകുന്നത്. അതൊരു 5ാം ക്ലാസ് മുതലേ പതുക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് 10ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ആ സാഹചര്യത്തോട് ഹെൽത്തി ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കുട്ടി, അതാണ് ഇപ്പോൾ 10ാം ക്ലാസ്സിലെ ഒരു സീരിയസ്നെസ്സിലൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അതിനോട് അതേ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന കുട്ടികൾ ആരാണെന്ന് ചോദിച്ചാൽ അവരെ ചെറിയ പ്രായം മുതലേ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടാണ്. അല്ല പെട്ടെന്ന് 10ാം ക്ലാസ്സിൽ ഇങ്ങനെ പൊട്ടി വീഴും എന്നൊന്നും ആരും ധരിക്കുന്നത് ശരിയല്ല. കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് അക്കാഡമിക്കായിട്ടുള്ള എക്സലൻസ് വേണം, അതിന് വേണ്ട എന്ന് പറയുന്നില്ല. ഇപ്പം എൻ്റെ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കുട്ടികളെ സന്തോഷമാക്കി വളർത്തണം, കുട്ടികൾക്ക് കളിക്കാൻ അവസരം കൊടുക്കണം, കുട്ടികളെ കലാപരമായ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അസ്വസ്ഥനായ ഒരു പേരൻ്റ് അതിൽ എഴുതിയിരിക്കുന്നത് പഠിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ഭാവി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. തീർച്ചയായിട്ടും പഠിക്കണ്ടെന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ കുട്ടികളെ എത്ര കണ്ട് അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആക്കുക, എക്സലൻ്റ് ആക്കുക, അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളാക്കുക. പക്ഷേ അതിനൊക്കെ നമ്മുടെ കുട്ടികളെ വളയ്ക്കുക, ഒടിക്കരുത്. ഓരോ കുട്ടിക്കും അനുസരിച്ചായിരിക്കണം ആ പഠിപ്പീരൊക്കെ, ഓരോ കുട്ടിക്കും അനുസരിച്ചായിരിക്കണം അതിന് തിരഞ്ഞെടുക്കപ്പെടുന്ന ലക്ഷ്യങ്ങൾ, ഓരോ കുട്ടിക്കും അനുസരിച്ചായിരിക്കണം അതിനെ എന്ത് പഠിപ്പിക്കണം, എവിടെ പഠിപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. സ്കൂളുകൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന പേരൻസ് ഉണ്ട്. കുട്ടിയോടൊക്കെ എന്ത് നീതിയാണ് നമ്മൾ ചെയ്യുന്നത്? ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ മാറ്റുമ്പോൾ ആ കുട്ടിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരു 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയെങ്കിലും ഒരു കുട്ടി ഒരു സ്കൂളിലൊക്കെ പഠിച്ചാലേ ആ കുട്ടിക്ക് ആവശ്യമുള്ളൊരു ഫ്രണ്ട്ഷിപ്പും അധ്യാപകരുമായിട്ട് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ കുറവൊന്നും വരുത്തണ്ട, പക്ഷേ അതൊക്കെ കുട്ടിയെ മനസ്സിലാക്കി തന്നെ ചെയ്യുക. അതുപോലെ തന്നെ കുട്ടിക്ക് ആവശ്യമുള്ള കളികളും ആരോഗ്യപരമായ മറ്റ് പ്രതിഫലനങ്ങളും എക്സ്പ്ലോറേഷൻസും ഒന്നും ഇല്ലാതെ വരുമ്പോൾ അതിൻ്റേതായ കുറവുകൾ കുട്ടികൾക്കുണ്ടാവും. കുട്ടികൾക്ക് എത്ര കണ്ട് കാര്യങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ഡാൻസും കൂടെ അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഒരു ക്രിക്കറ്റിൽ സെഞ്ചുറി അടിച്ച ഒരു കുട്ടി, അവൾ ലോകത്ത് ആഘോഷിക്കപ്പെടുമ്പോൾ അവളുടെ ഏറ്റവും വലിയൊരു പ്രതിഫലനമായിട്ട് കണ്ടത് അവൾ നല്ലൊരു ഗിറ്റാറിസ്റ്റും കൂടെയാണ്. അപ്പോൾ സുനിൽ ഗവാസ്കർ തന്നെ പറഞ്ഞത് അവൾ സമ്മതിക്കുമെങ്കിൽ അവൾ കപ്പ് ജയിച്ച് വരുമ്പോൾ അവളോടൊപ്പം അവൾ ഗിറ്റാർ അടിക്കുകയും ഞാൻ പാട്ട് പാടുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടിക്ക് പോലും, ആ ക്രിക്കറ്റിലെ ഒരു നാഷണൽ പ്ലെയറായ കുട്ടിക്ക് പോലും അവൾക്ക് ഒരു ഗിറ്റാർ കളിക്കാനുള്ള ഒരു വലിയ കഴിവുകൂടെയുണ്ട്. അപ്പം കുട്ടികൾക്ക് മാക്സിമം എക്സ്പ്ലോറേഷൻസ് ഒക്കെ കൊടുത്താൽ അവരൊക്കെ ലോകത്ത് ഒരുപാട് യുണീക്കായിട്ട് ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ അവർക്ക് കൊടുക്കാവുന്ന മാക്സിമം അവസരങ്ങളൊക്കെ കൊടുക്കുക. പഠിക്കാൻ ഉള്ള കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എന്നോട് പറഞ്ഞു, സാറേ 8ാം ക്ലാസ് വരെ ഞാൻ ഭയങ്കരമായിട്ട് ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന ആളായിരുന്നു, 9ലായപ്പോഴത്തേക്ക് ഡാഡി പറഞ്ഞു ഇനിയും കളിക്കണ്ട, കാരണം 10ൽ മാർക്ക് കുറഞ്ഞു. ഇങ്ങനെയൊക്കെ ഉള്ള പേരൻസ് ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ കുട്ടിക്ക് ആ കളിയിലൂടെ കിട്ടുന്ന ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. ഒരുപക്ഷെ 10 മാർക്കിന് വേണ്ടി ആ കുട്ടിയുടെ കളി ഇല്ലാതാക്കുമ്പോൾ ആ കുട്ടിയുടെ മെൻ്റൽ എബിലിറ്റിയിലും ഇമോഷണൽ എബിലിറ്റിയിലും അവൻ്റെ ഒരു സോഷ്യൽ എബിലിറ്റിയിലും ഒക്കെ വലിയ കുറവുകൾ സംഭവിച്ചു വന്നിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഓരോ കുട്ടിക്കനുസരിച്ചും അത് തീവ്രമാകുകയും ചില കുട്ടികളെ അത് വലുതായിട്ട് ബാധിച്ചില്ല എന്നും ഇരിക്കാം. അതൊക്കെ ഓരോ കുട്ടിക്കും അനുസരിച്ചാണ്. അക്കാഡമിക്കായിട്ടുള്ള കഴിവുകൾ വേണ്ട എന്നതിനർത്ഥമില്ല, പക്ഷേ ബാക്കി കാര്യങ്ങളിലൂടെ എക്സ്പ്ലോർ ചെയ്ത് കൊണ്ടുവന്നില്ലെങ്കിൽ കുട്ടികൾക്ക് അതിൻ്റേതായ കുറവ് വരും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയും, ഇനിയും വരാൻ പോകുന്നൊരു ലോകത്ത് എന്ത് പഠിച്ചാലാണ് ജോലി കിട്ടുന്നതെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, കുട്ടികളുടെ സ്കില്ല്, കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്, കുട്ടികളുടെ ക്യാരക്ടർ, കുട്ടികളുടെ ധൈര്യം, ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ ഫ്യൂച്ചറൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് പഠിത്തം മാത്രം പോരാ, അതിനോടൊപ്പം മറ്റ് കഴിവുകളിലൂടെ വളർത്തിയെടുക്കാൻ പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കാലത്തിനനുസരിച്ച് പേരൻസും അധ്യാപകരും പരിശീലിക്കപ്പെടണം. അത് വളരെ ആവശ്യമാണ്. അവർക്ക് ശരിയായ ഓറിയൻറ്റേഷൻ പേരൻസിനും പിന്നെ അധ്യാപകർക്കും ഉണ്ടെങ്കിൽ ഈ കുട്ടികളെ കുറേ കൂടെയൊക്കെ മനസ്സിലാക്കാനും, മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ കുട്ടിക്കും ഒരു ഇൻഡിവിജ്വൽ നീഡുണ്ട്. ഓരോ കുട്ടിയും സ്കൂളിലേക്ക് വരുന്നത് പ്രത്യേകമായ ഒരു യുണീക്നെസ്സോടുകൂടിയാണ്. ആ കുട്ടിയുടെ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളൂടെ കണക്ട് ചെയ്താലേ അതിനെ ചിലപ്പോൾ നന്നായിട്ട് പഠിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ. പല കുട്ടികളും സ്കൂളിൽ പിന്നെ കറക്റ്റായിട്ട് അസസ് ചെയ്യപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു, സാറേ എൻ്റെ മകനായതുകൊണ്ട് തന്നെ അധ്യാപകരൊക്കെ അവൻ്റെ മേൽ കൂടുതൽ അഗ്രസ് ചെയ്യുകയും
എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം, പക്ഷെ അതവന് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പോൾ ടീച്ചേഴ്സിൻ്റെയൊക്കെ മക്കൾ അവരും മനുഷ്യരാണ്. അപ്പോൾ ആ കുട്ടികളെയൊക്കെ അവരുടേതായ ഒരു സമാധാനത്തിൽ വിടാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ അധ്യാപകർ നന്നായി അറിയണം. കുറേ മാർക്ക് വാങ്ങിക്കുന്നത് മാത്രമല്ലല്ലോ കുട്ടിയുടെ പ്രശ്നം, കുട്ടിക്ക് പലതരത്തിലുള്ള ഇഷ്യൂസ് കാണും. അതുപോലെ പേരൻസും കുട്ടികളെ മനസ്സിലാക്കണമെങ്കിൽ പേരൻസിന് നല്ല ട്രെയിനിങ്ങും ഗൈഡൻസും ഒക്കെ ആവശ്യമാണ്. കുട്ടികൾക്കും പ്രായമാകും തോറും അവർക്ക് നല്ല ഓറിയൻറ്റേഷൻ കൊടുക്കണം, നല്ല കൗൺസിലിങ്ങും ഗൈഡൻസും കൊടുക്കണം. ചില കുട്ടികൾക്കൊക്കെ ഒരു മെൻറ്റർ ഉണ്ടാകുന്നത് നല്ലതാണ്. അവർക്കൊരു പ്രയാസം വന്നാലൊന്ന് വിളിച്ച് സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡേൺ കാലഘട്ടത്തിൽ കാലമൊക്കെ മാറി. പണ്ട് അപ്പൂപ്പനുണ്ടായിരുന്നു, വലിയച്ഛനുണ്ടായിരുന്നു, ചിറ്റപ്പനുണ്ടായിരുന്നു, അമ്മാവനുണ്ടായിരുന്നു, മാമിയുണ്ടായിരുന്നു, കുഞ്ഞമ്മയുണ്ടായിരുന്നു. ഇന്ന് പലരും ഇല്ല. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെയുള്ള പൊസിഷനിലൊക്കെ ചിലപ്പോൾ നമുക്കൊരാളെ ഒക്കെ കണ്ടെത്തേണ്ടതായിട്ട് വരും. അവർക്ക് സേഫായിട്ടുള്ള അത്തരം ആൾക്കാരെയൊക്കെ കണ്ടെത്താൻ, അതൊക്കെ അന്വേഷിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ പോലെ ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ആരെയും വിശ്വസിക്കുന്നില്ല എന്നുള്ള അവസ്ഥ തന്നെ ഒരു മാനസിക പ്രശ്നമാണ്. നമ്മളെ കുറേയൊക്കെ വിശ്വസിച്ചും കുറേ ആൾക്കാരെയൊക്കെ വിശ്വാസത്തിലെടുത്തും ഒക്കെ തന്നെയാണ് ഈ ലോകം മുമ്പോട്ട് പോവുള്ളൂ. വിശ്വാസമാണ് അടിസ്ഥാനം. ആരെയും വിശ്വാസമില്ലെങ്കിൽ അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ വിശ്വസിച്ചേ പറ്റുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ കണ്ടെത്തി അവരെ കൊണ്ടൊക്കെ ഓറിയൻറ്റ് ചെയ്ത് എന്തായാലും നമുക്ക് നഷ്ടപ്പെടുത്തി കളയാൻ ഒരു കുഞ്ഞു പോലും ഇല്ല എന്നുള്ളത് പ്രധാനമാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ വീഡിയോയുടെ കമൻ്റായിട്ട് എഴുതിയത്, സാറിൻ്റെ വിചാരം ഈ കാലഘട്ടത്തിലെ കുട്ടികളെല്ലാം മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ടൈറ്റിൽ കണ്ടുകൊണ്ട് ആരും വീഡിയോയെ വിലയിരുത്തരുത്. ഓരോ ടൈറ്റിലും ഒരു ക്രിയാത്മകമായി ഇടുന്ന ഒരു ടൈറ്റിലാണ്. ഒരു കുട്ടികളെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു വീഡിയോ വരുമ്പോൾ അതിനൊരു ടൈറ്റിൽ ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ഈ ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ ആരോഗ്യപരമായ കുട്ടികളെ ഈ ലോകത്ത് സൃഷ്ടിക്കാൻ എല്ലാവരോടും ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. പേരൻസിനൊക്കെ ഒരു ഗൈഡൻസ് ആയിട്ടാണ് ഈ ഒരു ഇത് തരുന്നത്. മുഴുവനും കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. കുട്ടികളെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക, കുട്ടികളെ ആശ്വാസത്തിലാക്കുക, അവരെ ഹാപ്പി ആയിട്ട് ലോകത്ത് ജീവിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നൊക്കെയുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ കുട്ടികൾക്ക് എന്തെങ്കിലും തെറ്റുകളൊക്കെ വരാം, അത് കറക്റ്റ് ചെയ്യേണ്ട വരും. കുട്ടികൾ ചെയ്യുന്നതെല്ലാം ശരിയും പേരൻറ്റ് ചെയ്യുന്നതെല്ലാം ശരിയും ഒന്നുമല്ല. ചില തെറ്റുകൾ പേരൻസിനും വരാം, ചില തെറ്റുകൾ കുട്ടികൾക്കും വരാം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചോദിച്ച പോലെ, സാറേ എനിക്ക് ഒരു ആർക്കിടെക്ചറിന് പോകാനാണ് ആഗ്രഹം, പേരൻസ് അത് സമ്മതിക്കുന്നില്ല, അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്ന് കുട്ടി എന്നോട് ചോദിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഇതിൽ ചിലപ്പം പേരൻറ്റ് പറയുന്നത് ശരിയാവണമെന്നില്ല, കുട്ടി പറയുന്നത് ശരിയാവണമെന്നില്ല. ഇരുന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് അത് വാലിഡേറ്റ് ചെയ്യപ്പെടുന്നത്, ഏതാണ് കറക്റ്റ് എന്നുള്ളത്. അപ്പോൾ ആരും ഇവിടെ കംപ്ലീറ്റായിട്ട് ശരിയോ തെറ്റോ ഒന്നുമല്ല. നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുമ്പോഴാണ് കാര്യങ്ങളൊക്കെ കുറേ കൂടെ ക്ലാരിറ്റി വരുന്നത്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നത്. അങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന അന്തരീക്ഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ജീവിതത്തിന് കുറേ കൂടെ ഭംഗിയും സന്തോഷവും ആശ്വാസവും ഒക്കെ ലഭിക്കട്ടെ. എല്ലാവർക്കും നന്മ നേരുന്നു. നല്ലതെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹാപ്പി ലിവിങ്.